പ്രിയ വിദ്യാർത്ഥികളെ, എക്സൽ ട്യൂട്ടോറിയൽസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പഠിച്ചു നിർത്തിയ ടോപ്പിക് എന്ന് പറയുന്നത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റിനെ കുറിച്ചാണ്. ചേരി ചേര പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ അവസാനമായി പഠിച്ചു നിർത്തിയത്. നെക്സ്റ്റ് ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്ക് വെസ്റ്റ് ഏഷ്യയെ കുറിച്ചാണ്. പശ്ചിമേഷ്യ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. വെസ്റ്റ് ഏഷ്യ ഒരു ചെറിയ പ്രോബ്ലം. ഇന്ന് നമുക്കറിയാം വെസ്റ്റ് ഏഷ്യയെ കുറിച്ച്, വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് അറിയാം. പശ്ചിമേഷ്യ കാരണം ഓയിൽ ഡെപ്പോസിറ്റ്സ് ഉള്ള നേഷൻസ് ആണ് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത്. അവിടെ ആ വെസ്റ്റ് ഏഷ്യയെ ബേസ് ചെയ്ത് ഉണ്ടായ ഒരു പ്രോബ്ലമാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് USSR. USSRന്റെ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം, തകർച്ച. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കോൾഡ് വാറിനെ കുറിച്ച്, ശീതസമരം. After the Second World War, the world nations classify into 2 groups, അമേരിക്കൻ ബ്ലോക്ക് ആൻഡ് സോവിയറ്റ് ബ്ലോക്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്. ആ സോഷ്യലിസ്റ്റ് ബ്ലോക്കും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും തമ്മിലുള്ള ഐഡിയലിസ്റ്റിക് ആയ ഒരു കോൺഫ്ലിക്റ്റ് ആണ് കോൾഡ് വാർ, അല്ലെ? 1945 മുതൽ 1945 മുതൽ ഏകദേശം 1991 വരെ ആ കോൾഡ് വാർ ഇറ ഇങ്ങ് പോയി. അപ്പൊ ആ കോൾഡ് വാർ ഇറയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടായി. ശീതസമര കാലഘട്ടത്തിൽ ഒരുപാട് തർക്കങ്ങളും ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായി. അതിന്റെ ഒരു പാർട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ ആ കോൾഡ് വാറിന്റെ എൻഡ് എന്ന് പറയുന്നത് എപ്പോഴാ? ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം വന്നപ്പോൾ ആ കോൾഡ് വാർ ഇറയും എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റ് ഏഷ്യ, പശ്ചിമേഷ്യ. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു ടോപ്പിക് ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാവും. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എങ്കിൽ പോലും നമ്മൾ പഠിക്കുമ്പോൾ അത് അറിഞ്ഞിരിക്കണം. എന്താണ് വെസ്റ്റ് ഏഷ്യൻ പ്രോബ്ലം? നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു സ്പീച്ചിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രസംഗം. അതിൽ പറയുന്നത് ജസ്റ്റ് ഞാൻ അത് വായിച്ചതിന് ശേഷം പറയാം. ടുഡേ ഐ കെയിം ബിയറിംഗ് ആൻ ഒലിവ് ബ്രാഞ്ച് ഇൻ വൺ ഹാൻഡ്. എൻ്റെ ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലിവിലയും ആൻഡ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ഗൺ ഇൻ ദി അതർ. മറ്റേ കയ്യിൽ വിമോചന പോരാളിയുടെ തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡോണ്ട് ലെറ്റ് ദ ഒലിവ് ലീവ്സ് fall from my hands. അതായത് എന്റെ കൈകളിൽ നിന്ന് ഈ ഒലിവില നഷ്ടമാകാതിരിക്കട്ടെ. അതായത് പാലസ്റ്റീൻ ലിബറൽ ഓർഗനൈസേഷൻ PLO, പാലസ്റ്റീൻ ലിബറേഷന് വേണ്ടി ഫോം ചെയ്തെടുത്ത ഒരു ഓർഗനൈസേഷനാണ് PLO. പാലസ്റ്റീന്റെ വിമോചനത്തിന് വേണ്ടി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് PLO. ആ പാലസ്റ്റീൻ ലിബറൽ ഓർഗനൈസേഷന്റെ ചെയർമാൻ ആയിരുന്ന യാസർ അറാഫത്ത്. ആരാണ്? യാസർ അറാഫത്ത്. അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്താ? ടുഡേ ഐ കെയിം ബിയറിംഗ് ആൻ ഒലിവ് ബ്രാഞ്ച് ഇൻ വൺ ഹാൻഡ് ആൻഡ് ദി ഫ്രീഡം ഫൈറ്റേഴ്സ് ഗൺ ഇൻ ദി അതർ. ഡോണ്ട് ലെറ്റ് ദി ഒലിവ് ലീവ്സ് fall from my hands. എന്റെ ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകയിൽ വിമോചന പോരാളിയുടെ തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവില എന്റെ കയ്യിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഇങ്ങനെ ഒരു സ്പീച്ച്, അതിനുള്ളൊരു സിറ്റുവേഷൻ എന്താണ് പാലസ്റ്റീനിൽ ഫോം ചെയ്തെടുത്തത്? പാലസ്റ്റീനിലുണ്ടായ ആ സിറ്റുവേഷൻ എന്താണ്? അതിനെക്കുറിച്ചാണ് ഇന്ന് ആ വെസ്റ്റ് ഏഷ്യൻ പ്രോബ്ലം എന്നുള്ള ഒരു ബേസിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് ഇന്ന് വേൾഡിൽ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് നിലനിൽക്കുന്ന ഒരു പ്രോബ്ലമാണ് വെസ്റ്റ് ഏഷ്യൻ പ്രോബ്ലം, പാലസ്റ്റീൻ ഇസ്രായേൽ പ്രോബ്ലം. പാലസ്റ്റീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം. അപ്പൊ എന്താണ്
ഇപ്പൊ ജസ്റ്റ് ടെക്സ്റ്റ് ബേസ് ചെയ്തൊന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ദ ഫസ്റ്റ് വേൾഡ് വാർ, ദ ടെറിട്ടറി ഇൻക്ലൂഡിംഗ് പാലസ്റ്റീൻ വാസ് പാർട്ട് ഓഫ് ദി ടർക്കിഷ് എംപയർ. അതായത് ടർക്കി അറിയാലോ, തുർക്കിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ക്ലാസ്സുകളിൽ നിങ്ങൾ ടർക്കിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. തുർക്കി സാമ്രാജ്യം, ഓട്ടോമൻ എംപയർ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ പാലസ്റ്റീൻ എന്ന് പറയുന്ന ഈ പാലസ്റ്റീൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഓട്ടോമൻ എംപയറിന്റെ ഒരു പാർട്ടായിരുന്നു. ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ എന്ത് സംഭവിച്ചു? ടർക്കി വാസ് ഡിഫീറ്റഡ് ഇൻ ദി വാർ. ബ്രിട്ടൻ took over the region. ഈ ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1918 ആണ് ഫസ്റ്റ് വാർ. ആ ഫസ്റ്റ് വേൾഡ് വാറിൽ ടർക്കിഷ് എംപയർ എന്ത് ചെയ്തു? പരാജയപ്പെടുകയും ആ ടർക്കിഷ് എംപയർ, ഓട്ടോമൻ എംപയർ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ, ബ്രിട്ടൻ എന്ത് ചെയ്തു? പിന്നീട് since the Jews helped Britain in the war, then the British Foreign Secretary Arthur Balfour declared the establishment of Jewish nation in West Asia was reward. ആ സമയത്ത് എന്ത് ചെയ്തു? അതായത് ബ്രിട്ടന്റെ കൺട്രോളിലായപ്പോൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ ജൂയിഷ് പീപ്പിൾ ബ്രിട്ടീഷുകാർക്ക് നൽകിയ സപ്പോർട്ടിനൊരു റിവാർഡായിട്ട് ഈ ജൂയിഷുകാർക്ക് എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്, ഒരു പ്രത്യേക രാഷ്ട്രം അനുവദിക്കാമെന്ന് എന്ത് ചെയ്തു? അന്ന് ബ്രിട്ടീഷുകാരുടെ സെക്രട്ടറി ആയിരുന്ന, അതിൽ പറയുന്നുണ്ടല്ലേ, ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫോർ ഒരു പ്രഖ്യാപനം നടത്തി. എന്ന് വെച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പ്രതിഫലമായിട്ട് ഈ ജൂതന്മാർക്ക്, പാലസ്റ്റീനിലെ ജൂതന്മാർക്ക് പുതിയൊരു രാഷ്ട്രം, അവർക്ക് വേണ്ടി ഒരു സ്വന്തമായ ഒരു രാഷ്ട്രം, ഇതിനെ അറിയപ്പെടുന്നത് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ബാൽഫോർ ഡിക്ലറേഷൻ എന്നാണ്. ബാൽഫോർ പ്രഖ്യാപനം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ അവിടെ ഒരു റിവാർഡാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്? നൽകാമെന്ന് തീരുമാനിച്ചത് അല്ലേ. അപ്പൊ അവിടെ എന്താ പ്രത്യുപകാരമായിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഒരു രാജ്യം നൽകാമെന്ന് അറിയപ്പെട്ടത്. അപ്പോ ഇവിടെ എന്താ? സിയോണിസം ആൻഡ് ഇന്റർനാഷണൽ മൂവ്മെന്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോംലാൻഡ് ഫോർ ദി ജൂസ്. അതായത് ജൂതന്മാർക്കൊരു രാജ്യം സ്ഥാപിക്കുക എന്ന ഒരു ലക്ഷ്യമാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിയോണിസ്റ്റ് മൂവ്മെന്റ്. മറക്കരുത്, സിയോണിസം അതിന്റെ ബേസിക് എയിം എന്താണ്? എന്താ? ഇന്റർനാഷണൽ മൂവ്മെന്റ്, ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോംലാൻഡ് ഫോർ ദി ജൂസ്. ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം, ആ ഒരു എയിമിന് വേണ്ടിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? സിയോണിസ്റ്റ് മൂവ്മെന്റ്. സിയോണിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. ഹിറ്റ്ലറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ഈ ജൂതന്മാരോട് കാണിച്ച ക്രൂവൽറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജൂതന്മാരെ എത്രമാത്രം ക്രൂവലായിട്ടാണ് ജൂയിഷ് പീപ്പിളിനോട് ഹിറ്റ്ലർ കാണിച്ചതെന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അല്ലേ. അപ്പൊ ആ ഒരു ഇൻസിഡന്റ്, അതായത് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി കൊടുത്ത ആ ഒരു വാഗ്ദാനം അല്ലെ, അവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ പോലെയാണ്, സംഭാവന പോലെയാണ്. അതോടൊപ്പം തന്നെ ഈ ജൂയിഷ് പീപ്പിൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, എക്സ്പ്ലോയിറ്റേഷൻസ്, ചൂഷണങ്ങൾ അല്ലെ, ഒരു മിസറബിൾ ആയിട്ടുള്ള ലൈഫായിരുന്നു അവരുടേത്. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് ഈ സിയോണിസ്റ്റ് മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം അവർക്ക് എങ്ങനെയും സ്വന്തമായി രാജ്യം കിട്ടിയേ പറ്റൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു എന്ത് ചെയ്യുന്നു? അവർക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജർമ്മനിയും ഇറ്റലിയൊക്കെ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം എന്ത് ചെയ്തു? ദിസ് ഇന്റൻസിഫൈഡ് ദ ഡിമാൻഡ്സ് ഫോർ എ സെപ്പറേറ്റ് ജൂയിഷ് സ്റ്റേറ്റ് അല്ലെ. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പ്രത്യേക ജൂതരാഷ്ട്രം എന്ന ആശയത്തിന് കൂടുതൽ ശക്തി പകർന്നു. In 1948,
ദ നേഷൻ ഇസ്രായേൽ വാസ് ഫോംഡ്. അപ്പൊ ആ ഒരു ബേസിലാണ് 1948 എന്നാണ് 1948 1948 ദ ന്യൂ സ്റ്റേറ്റ് ഇസ്രായേൽ വാസ് ഫോംഡ്. അപ്പൊ ആ ഒരു റിവാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിലവിൽ വന്നു. കോൺസിക്വന്റ്ലി many wars broke out between Israel and the Arab nations. അപ്പൊ നോക്കുക, പാലസ്തീനെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. പാലസ്തീൻ എന്ന് പറയുന്നത് അറിയാം, ഒരു മുസ്ലിം സ്റ്റേറ്റാണ്. അതിനെ ഡിവൈഡ് ചെയ്താണ് അവിടെ ഉണ്ടായിരുന്ന ജൂയിഷ് പീപ്പിളിനെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. അപ്പൊ ഇതെന്ത് ചെയ്തു, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റും അറബ് നേഷൻസും തമ്മിൽ എന്തായി, വാർസ് ഉണ്ടായി, യുദ്ധങ്ങളുണ്ടായി. ഇസ്രായേൽ സീസ്ഡ് പാലസ്തീൻ. എന്ത് ചെയ്തു, ഇസ്രായേൽ സീസ്ഡ് പാലസ്തീൻ. ഈ സമയത്ത് ഇസ്രായേൽ പാലസ്തീൻ എന്ത് ചെയ്തു, കൈവശപ്പെടുത്തി, അവരുടെ കൺട്രോളിലായി. ആലോചിക്കുക, എന്ത് ചെയ്തു, ആ ഒരു കോൺട്രഡിക്ഷൻസ് എന്തൊക്കെയാണെന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സ്പെല്ലിംഗ് ദി പാലസ്തീൻ ഫ്രം ദെയർ ഹോംലാൻഡ്. എന്ത് ചെയ്യേണ്ടി വന്നു, ജന്മനാട്ടിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പാലസ്തീൻകാർക്ക് എന്ത് ചെയ്തു, വിവിധ അറേബ്യൻ കൺട്രീസിലേക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, റെഫ്യൂജീസ്, അഭയാർത്ഥികളായി മാറേണ്ടി വന്നു. ദ പാലസ്തീനിയൻ റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വേരിയസ് അറബ് കൺട്രീസ്. അപ്പൊ ആലോചിക്കുക, പാലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആര് ക്യാപ്ചർ ചെയ്യാണ്, ഇസ്രായേൽ. പാലസ്തീനിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ജൂയിഷ് പീപ്പിളിന് വേണ്ടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്തത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള അറബ് നേഷൻസ് വന്നു. അപ്പൊ ഈ അറബ് നേഷൻസും ഇസ്രായേലും തമ്മിൽ എന്തുണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായി, തർക്കങ്ങളുണ്ടായി. അതൊരു വാറായിട്ട് മാറി. ഈ പാലസ്തീൻ ആര് സീസ് ചെയ്തു, ഇസ്രായേൽ. അപ്പൊ പാലസ്തീൻ പീപ്പിളിന് എന്ത് ചെയ്യേണ്ടി വന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള അറബ് നേഷൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു, അഭയാർത്ഥികളായി നാടുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇൻ ദിസ് കോണ്ടാക്ട് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ നേഷൻ ഫോർ ദി പാലസ്തീനിയൻ മൂവ്മെന്റ്സ് കാൾഡ് പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ വാസ് ഫൗണ്ടഡ് വിത്ത് യാസർ അറാഫത്ത് ദി പ്രസിഡന്റ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, പാലസ്തീൻ പീപ്പിളിന് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യുക എന്നുള്ള ഒരു എയിമുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഹോംലാൻഡ്, അവർക്ക് സ്വന്തമായ ഒരു രാജ്യം എന്ന ആശയവുമായിട്ട് എന്ത് ചെയ്യുന്നത്, പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന് ആര് രൂപം കൊടുക്കുന്നത്, യാസർ അറാഫത്ത് രൂപം കൊടുക്കുന്നത്. ആഫ്റ്റർ എ സീരീസ് ഓഫ് ഹോം ഷട്ട്സ് ആൻഡ് മസാക്രിസ്, ഇസ്രായേൽ agreed to principle to recognize Palestine as free nation. കാരണം നിരവധി രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായി. കാരണം അവർക്ക് എന്ത് ചെയ്യുന്നു, സ്വന്തമായ ഒരു രാഷ്ട്രം അല്ലെ. അത് ദ എഗ്രിമെന്റ് മീഡിയേറ്റഡ് ബൈ USA-യുടെ എഗ്രിമെന്റിൽ, മീഡിയേറ്റർ ആയിട്ട് എന്നുള്ള എഗ്രിമെന്റിലാണ് ഇത് പാലസ്തീൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യം ഫോം ചെയ്യാൻ. അതായത് 1993 ഓസ്ലോ പാക്ട്, 1993 ഓസ്ലോ കരാർ പ്രകാരം ഈ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടന്ന യുദ്ധങ്ങൾക്ക് ശേഷം, ഏറ്റുമുട്ടലുകൾക്ക് ശേഷമാണ് USA ഒരു മീഡിയേറ്റർ ആയിട്ട് വരുന്നത്. അമേരിക്ക ഒരു മധ്യസ്ഥത വഹിച്ചു ഈ രണ്ടുപേരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി. അങ്ങനെ അമേരിക്ക മധ്യസ്ഥത വഹിച്ചതിന്റെ ഫലമായി 1993 ഓസ്ലോ പാക്ട് എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടാക്കി പാലസ്തീൻ എന്ത് ചെയ്തു, ഒരു പ്രത്യേക രാഷ്ട്രം, സ്വതന്ത്ര രാഷ്ട്രമാക്കാമെന്നുള്ള ഒരു തീരുമാനം വെച്ച് ഇസ്രായേൽ അതിനെന്ത് ചെയ്തു, റെക്കഗ്നൈസേഷൻ, അംഗീകാരം കൊടുത്തു. പക്ഷെ ഇത് ബട്ട് ദി പ്രൊവിഷൻസ് ഇൻ ദി പാക്ട് ആർ യെറ്റ് ടു ബി ഇംപ്ലിമെന്റഡ് അല്ലെ. ഇന്നും അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നും നിലവിലുള്ളത്. എന്നുവെച്ചാൽ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റിന് റെക്കഗ്നൈസേഷൻ, അംഗീകാരം കൊടുത്തു. പക്ഷെ അതിലെ പ്രൊവിഷൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല, പൂർണ്ണമായും നടപ്പിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് കോൺഫ്രണ്ടേഷൻസ് ഉണ്ടായി, ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, വാർസ് ഉണ്ടായി, യുദ്ധങ്ങളുണ്ടായി. അപ്പൊ ആ ഒരു കോൺഫ്രണ്ടേഷൻ, ഏറ്റുമുട്ടലുകൾ, അപ്പൊ കാരണം എന്താ,
പാലസ്റ്റീൻ ആയിരുന്നു ഹോം ലാൻഡ്സ് എന്ന് പറയുന്നത്. അതിനെ ഡിവൈഡ് ചെയ്താണ് ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ ഫോം ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്തു? പാലസ്റ്റീൻ അവിടെ എന്ത് ചെയ്തു? വാനിഷ് ചെയ്യപ്പെട്ടു. അപ്പൊ ആ പാലസ്റ്റീൻ പീപ്പിളിന് അവരുടെ ഹോം ലാൻഡ് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും ഇസ്രായേലും പാലസ്റ്റീനും തമ്മിൽ എന്തുണ്ടാവുന്നത്? അജിറ്റേഷൻ, സംഘർഷങ്ങൾ ഫോം ചെയ്യുന്നു. അപ്പൊ ഫൈനൽ സ്റ്റേജിൽ അമേരിക്ക USA മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫോം ചെയ്ത എഗ്രിമെന്റ് ആണ് 1993 ഓസ്ലോ പാക്ട്. മറക്കണ്ട, 1993 ഓസ്ലോ കരാർ പ്രകാരം ഇസ്രായേൽ പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് രൂപം കൊടുക്കാൻ അംഗീകാരം നൽകി. പക്ഷെ ഇത് പൂർണ്ണമായി പാലിക്കപ്പെട്ടോ? ഇല്ല. കാരണം എന്ത് ചെയ്യുന്നു? ഈ ജൂയിഷ് ഹോം ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു ജൂയിഷിന് സെപ്പറേറ്റ് ഹോം ലാൻഡ്, പാലസ്റ്റീന് പ്രത്യേക രാജ്യം. അതാണ് ഫൈനൽ സ്റ്റേജിലുള്ള 2 സ്റ്റേറ്റുകൾ, ഇസ്രായേൽ ഉണ്ടാവും, പാലസ്റ്റീൻ ഉണ്ടാവും. അപ്പൊ ഇസ്രായേൽ യഥാർത്ഥത്തിൽ പാലസ്റ്റീനെ ക്യാപ്ചർ ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പാലസ്റ്റീൻ ലിബറൽ ഓർഗനൈസേഷൻ യാസർ അറാഫത്ത് ഫോം ചെയ്തുകൊണ്ട് ഇസ്രായേലും പാലസ്റ്റീനും തമ്മിലുള്ള സ്ട്രൈക്ക് അല്ലെങ്കിൽ വാർസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നും ഒരു തർക്കമായിട്ട് മാറുകയാണ്. കാരണം ഈ അറേബ്യ ഇസ്രായേൽ വാറിന്റെ ഒരു മേജർ ക്രൈസ് എന്ന് പറയുന്നത്, അവിടുത്തെ മേജർ ക്രൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞു, അവിടെ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു, ഓയിൽ ഡെപ്പോസിറ്റ്സ് ഉള്ള നേഷൻസാണ്. ഒപെക് കേട്ടിട്ടുണ്ടാവും. ഒപെക് നേഷൻസ്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് ഒപെക്. അപ്പൊ ഈ അറബ് നേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ഈ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ, അതായത് പശ്ചിമേഷ്യ, അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമാണ് ഈ സംഘടനയൊക്കെ രൂപീകരിക്കുന്നത്. എണ്ണ ഒരു എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം ദേ എക്സിക്യൂട്ടഡ് ദിസ് സ്ട്രാറ്റജി ബൈ റെഡ്യൂസിങ് ഓയിൽ പ്രൊഡക്ഷൻ ആൻഡ് ഹിക്കിംഗ് ദി പ്രൈസ്. അതായത് എണ്ണ ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിച്ചുകൊണ്ട് എണ്ണ ഉൽപാദനം കുറച്ചും വില വർദ്ധിപ്പിച്ചുമാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ തന്ത്രം അവർ എന്ത് ചെയ്ത് ഫൈറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഇസ്രായേൽ പാലസ്റ്റീൻ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഓയിൽ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ആയിട്ട് അവർ ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ എണ്ണ ഉൽപാദനം കൂട്ടും, ചിലപ്പോൾ കുറയ്ക്കും, ചിലപ്പോൾ വില കൂട്ടും, ചില കുറയ്ക്കും. അപ്പൊ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. വേൾഡ് എക്കോണമി ഇത് അഫക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ അമേരിക്കയെ പോലുള്ള നേഷൻസിനെ അഫക്ട് ചെയ്യും, ഇന്ത്യയെ അഫക്ട് ചെയ്യും. ഇപ്പോൾ വേൾഡ് നേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒപെക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവർ ഫോം ചെയ്തു. അപ്പൊ അതൊരു സ്ട്രാറ്റജി ആയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്തു? ആ സ്ട്രാറ്റജി, ഓയിൽ എക്സ്പോർട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക എന്ത് ചെയ്തത്? മീഡിയേറ്റർ ആയിട്ട് വന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ഇവിടെ കിട്ടിയോ? അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. വെസ്റ്റ് ഏഷ്യൻ പ്രോബ്ലം വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക, കൃത്യമായിട്ട് അത് പറഞ്ഞു തരാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR. ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം എന്താ? ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ എൻഡ് മുതൽ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കിയാൽ അറിയാം, വേൾഡിൽ ഒരു സ്ട്രോങ് പവറായി അല്ലെ? ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിലാണ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. ആ റഷ്യൻ റവല്യൂഷനിലൂടെ 1917 വേൾഡിൽ ഒരു സൂപ്പർ പവറായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു നേഷനാണ് USSR. റഷ്യൻ റവല്യൂഷനിലൂടെ രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ് ആര്? സോവിയറ്റ് യൂണിയൻ, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അതായത് റഷ്യ ഇല്ലാതായി സോവിയറ്റ് യൂണിയൻ എന്ന വലിയൊരു ശക്തിയായിട്ട് മാറി 1917. വേൾഡിൽ എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിട്ട് പോലും അഫക്ട് ചെയ്യാത്ത ഒരു വേൾഡ് നേഷൻ ആയിരുന്നു. പക്ഷേ 1991 ആയ സമയത്ത് എന്ത് ചെയ്തു? 1 by 1 ആയി എന്ത് ചെയ്തു? പല പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ഇഷ്യൂസിലൂടെ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ആ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷന്റെ കോസസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ പുസ്തകത്തിനൊരു 4 പോയിന്റ് എടുത്ത് അത് പഠിക്കണം. ഒന്ന്, ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായേൽ ഗോർബച്ചേവ്. അതായത് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സോവിയറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാ? മിഖായേൽ ഗോർബച്ചേവ്. മറക്കണ്ട, ആരാണ്? ഗോർബച്ചേവ്. ആ മിഖായേൽ ഗോർബച്ചേവ് ഇംപ്ലിമെന്റ് ചെയ്ത 2 അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ്, ഭരണ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കി. അത് സോവിയറ്റ് യൂണിയന്റെ ഡിക്ലൈന്റെ ഒരു മേജർ കോസ് ആയിട്ട് മാറി. ഡീവിയേഷൻ ഫ്രം ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. കാരണം എന്താ?
ദ ലാർജസ്റ്റ് സോഷ്യലിസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡ് ആയിട്ടാണ് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നത്? സോവിയറ്റ് യൂണിയനെ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ സോഷ്യലിസം എന്ന് പറയുന്ന ആ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ പുറകോട്ട് പോകാൻ തുടങ്ങി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോഷ്യലിസം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അത് സോവിയറ്റ് എക്കോണമിയെ അഫക്ട് ചെയ്തു. അതൊരു കോസായി മാറി. തേർഡ്, കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ബ്യൂറോക്രസി. കറപ്ഷൻ, അഴിമതി, ഇൻഎഫിഷ്യൻസി ഓഫ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമത ഇല്ലായ്മ, കെടുകാര്യസ്ഥത. ഉദ്യോഗസ്ഥന്മാർ തോന്നപടിയായി. അവരെല്ലാം ബ്യൂറോക്രാറ്റ്സുകൾ കംപ്ലീറ്റ് എന്തായി? കറപ്റ്റഡ് ഒഫീഷ്യൽസ് ആയി. എന്നുവെച്ചാൽ അഴിമതിയും കെടുകാര്യസ്ഥതയും ഭരണത്തെ മുഴുവൻ ബാധിച്ചു. ആൻഡ് ലാസ്റ്റ്ലി ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ. സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം. വേൾഡ് നേഷൻസ് കംപ്ലീറ്റ് ഓരോ സ്റ്റേജിലും അവരുടെ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ചേഞ്ച് വരുത്തി. പക്ഷേ ആ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ചേഞ്ച് വരുത്താൻ സോവിയറ്റ് യൂണിയൻ വിസമ്മതിച്ചു. ഇപ്പൊ ഇന്ത്യ തന്നെ നമുക്കറിയാം, എന്ന ഗ്ലോബലൈസേഷൻ പീരീഡാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്ത എക്കണോമിക് പോളിസി എല്ലാം പിന്നീട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത്, നമ്മൾ ചേഞ്ച് വരുത്തി. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു? ഇക്കണോമിക് പ്രിൻസിപ്പിൾ ടൈം ടു ടൈം ഷെഡ്യൂൾ ചേഞ്ച് വരുത്താത്തത് എന്ത് ചെയ്തു? ഒരു പ്രോബ്ലമായി മാറി. അതൊക്കെ കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്തു? സോവിയറ്റ് എക്കോണമി എന്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ 1991 മിഖായിൽ ഗോർബച്ചേവിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ഡിക്ലൈൻ ചെയ്തു. അല്ലെ? കാരണം എന്ത് ചെയ്തു? ഇന്റർനാഷണൽ ബേസ്ഡ് ആയിട്ട് ഒരു സോവിയറ്റ് യൂണിയൻ വേറെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഇന്റർനാഷണൽ റിലേഷൻസിൽ. കാരണം ഒരു എന്ത് ചെയ്യുന്നു? അവിടെ ഏറ്റവും വലിയ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, ബൈപോളാർ വേൾഡ്, ഇരുധ്രുവ ലോകം. ലോകം രണ്ട് കോണുകളിലേക്ക് തിരിയാണ്, അമേരിക്കൻ ബ്ലോക്കും സോവിയറ്റ് ബ്ലോക്കും. ദാ ഇവിടെ സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷൻ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? ഈ 1991 മിഖായിൽ ഗോർബച്ചേവിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എല്ലാം ഫെയിലിയർ ആവുന്നത് കൂടെ എന്ത് ചെയ്യുന്നു? സോവിയറ്റ് യൂണിയൻ ഡിക്ലൈൻ ചെയ്യുന്നു. അപ്പോൾ ബൈപോളാർ വേൾഡ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ഇല്ലാതാകുന്നു. അല്ലെ? അപ്പോഴെന്ത് സംഭവിക്കും? ഇന്റർനാഷണൽ ബേസ്ഡ് ആയിട്ട് സോവിയറ്റ് യൂണിയന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കി, പരിണിത ഫലങ്ങൾ ഉണ്ടാക്കി. മനസ്സിലായില്ലേ? കാരണം വേൾഡ് കംപ്ലീറ്റ് രണ്ട് ബ്ലോക്കായിട്ട്, വേൾഡ് നേഷൻസ് രണ്ട് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നുകിൽ അമേരിക്കൻ ബ്ലോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിസം ആയിരിക്കും, അല്ലെങ്കിൽ സോവിയറ്റ് ബ്ലോക്ക് സോഷ്യലിസം ആയിരിക്കും. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഡിക്ലൈൻ ചെയ്തതോടുകൂടി ഈ സോഷ്യലിസം എന്ന് പറയുന്ന വളരെ എന്ത് ചെയ്യുന്നു? വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു സോഷ്യൽ തിയറി, ഇക്കണോമിക് തിയറി അവിടെ ഫെയിലിയർ ആവുകയാണ്. സോഷ്യലിസം, സോവിയറ്റ് യൂണിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യലിസം ഫോളോ ചെയ്ത നേഷൻസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആകുകയാണ്. USSR എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഡിക്ലൈൻ ചെയ്യാം. അൽബേനിയ, റുമേനിയ, പോളണ്ട്, ചെക്കോസ്ലോവാക്കിയ തുടങ്ങിയ നേഷൻസ് എല്ലാം സോഷ്യലിസം ഫോളോ ചെയ്ത നേഷൻസ്, അവരെല്ലാം അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഇൻഡിപെൻഡന്റ്, ഡിഫറന്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകളായിട്ട് മാറി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി എന്തായി മാറുന്നു? റഷ്യ വീണ്ടും പഴയ റഷ്യയായി മാറുന്നു. 1917 മുമ്പുള്ള റഷ്യ അല്ലെ? 17 ശേഷം ഒരുപാട് രാജ്യങ്ങൾ കൂട്ടിച്ചേർത്താണ് സോവിയറ്റ് റിപ്പബ്ലിക്കായി മാറുന്നത്. 91 സോവിയറ്റ് യൂണിയൻ തകരുന്ന സമയത്ത് അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് റിപ്പബ്ലിക്കുകൾ സ്വാതന്ത്ര്യം നേടിപ്പോയി. ഉസ്ബെക്കിസ്ഥാൻ, അൽബേനിയ, റുമേനിയ, പോളണ്ട്, ചെക്കോസ്ലോവാക്കിയ, യുഗോസ്ലോവിയ, കുറെ നേഷൻസ് അവരെ ഈ സോഷ്യലിസം പാറ്റേൺ ഫോളോ ചെയ്തവരാണ്. ഇത് തകർന്നതോടുകൂടി അവരെല്ലാം സ്വാതന്ത്ര്യം നേടിപ്പോയി. സോവിയറ്റ് യൂണിയനോടൊപ്പം ഉണ്ടായ ഒരുപാട് രാഷ്ട്രങ്ങൾ റിപ്പബ്ലിക്കുകൾ സ്വാതന്ത്ര്യം നേടി വീണ്ടും സോവിയറ്റ് യൂണിയൻ പഴയ റഷ്യയായി മാറുന്നു. അപ്പൊ ഇത് വേൾഡിൽ ഉണ്ടാക്കിയ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ചില്ലറയല്ല. അത്രമാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ വേൾഡിൽ എന്ത് ചെയ്തു? ഈ സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷൻ കാരണമായി. അപ്പൊ ഇത് രണ്ട് ടോപ്പിക് നമ്മൾ ഇന്ന് പഠിച്ച രണ്ട് ടോപ്പിക് ഓർമ്മ വേണം. ഒന്ന് വെസ്റ്റ് ഏഷ്യൻ പ്രോബ്ലം. വെസ്റ്റ് ഏഷ്യൻ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൽ ശ്രദ്ധിക്കേണ്ടത് പാലസ്റ്റീൻ ലിബറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന, അതിന്റെ ചെയർമാൻ ആരാണ്? യാസർ അറാഫത്ത്. അവർ ഹോം ലാൻഡ് ഫോം ചെയ്യുന്നതിന് വേണ്ടി അവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ ഹോം ലാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അവർ ഫോം ചെയ്തെടുത്ത ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് സിയോണിസ്റ്റ് മൂവ്മെന്റ്, സിയോണിസം. 1948 ഇസ്രായേൽ അല്ലെ എന്ന് പറയുന്ന നേഷൻ ഫോം ചെയ്യുന്നത്. ആർക്കാ? ജൂയിഷ് പീപ്പിളിന് വേണ്ടി. അപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ പ്രോബ്ലം സോൾവ് ചെയ്തത് 1993 ഏത് പാക്റ്റിലൂടെയാണ്? ഓസ്ലോ പാക്റ്റിലൂടെയാണ്. അതിന്റെ മീഡിയേറ്റർ ആരായിരുന്നു? USA.
അമേരിക്കയായിരുന്നു അതിന്റെ മീഡിയേറ്റർ. അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലംസും അല്ലെ പ്രൊവിഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ ഡിസ്ഇന്റഗ്രേഷൻ 1991 ആ സമയത്ത് സോവിയറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? മിഖായിൽ ഗോർബച്ചേവ് ആണ്. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് ഏതൊക്കെ? ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. അതായത് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത പൊളിറ്റിക്കൽ പ്രോസസ്സിലും എക്കണോമിക്കലും അല്ല സെക്ടറിലെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത ന്യൂ തിയറീസ് ആണ്. കാരണം പ്രൊഡക്ഷൻ സെക്ടറിലും ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലൊക്കെ ന്യൂ മെത്തേഡ്സുകൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഉൽപാദന വിതരണ മേഖലകളിലെല്ലാം അല്ലെ ഒരു സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം. അല്ലെ പ്രധാനമായി നിങ്ങൾ പുസ്തകത്തിനകത്ത് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാണാതെ പഠിക്കേണ്ട പെരിസ്ട്രോയിക്കയെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചോളാം. ആ തൽക്കാലം ആ 4 പോയിന്റ് എന്താണെന്ന്, തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായിൽ ഗോർബച്ചേവ്. മിഖായിൽ ഗോർബച്ചേവിന്റെ ഭരണപരിഷ്കാരങ്ങൾ, ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്ക എന്താണെന്ന് പുസ്തകം വായിച്ചോളാം. ഡീവിയേഷൻ ഫ്രം ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസം എന്ന തത്വത്തിൽ നിന്നുള്ള വ്യതിചലനം. തേർഡ്, കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ബ്യൂറോക്രാറ്റ്സ്. ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയും അഴിമതി. ആൻഡ് ലാസ്റ്റ്ലി, ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ. സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം. അല്ലെ, കാലാനുസൃതമായി സാമ്പത്തിക രംഗത്ത് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് ഒരു പ്രധാന കാരണമായി. ഇതുകൊണ്ടാണ് ഏത് തകർന്നു പോയത്? 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്. 92-93 കാലഘട്ടമായപ്പോൾ സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായും തകർന്നു. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാൻ. ഓക്കെ, മനസ്സിലാകും. നല്ലപോലെ ടെക്സ്റ്റ് വായിച്ചോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കണം. ഓക്കെ.